നമസ്കാരം. പിണറായിക്ക് രോഗം മൂർച്ഛിച്ചിരിക്കുന്നു. എന്ത് രോഗമാണ് എന്നൊക്കെ നമുക്കറിയാം. തോറ്റുപോയാൽ ആർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുക പതിവാണല്ലോ. തോറ്റില്ലെന്ന് പാർട്ടി പറയുന്നു, തോൽപ്പിച്ചെന്ന് ജനം പറയുന്നു. CPM-ന്റെ പുതിയ ക്യാപ്സൂൾ റെഡിയായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടായി പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ തോറ്റെമ്പിയെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിക്കുമെന്ന് CPM-ന്റെ ന്യായീകരണ ക്യാപ്സൂളാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നേമത്തും വട്ടിയൂർക്കാവിലും മാത്രമായിട്ട് BJP-യുടെ നിയമസഭാ മോഹം ഒതുക്കാനായി എന്നും പറഞ്ഞ് വീമ്പ് പറയുകയാണ് പാർട്ടി സഖാക്കൾ. ജനം നൽകിയ തിരിച്ചടിയിൽ പാഠം പഠിക്കാതെ തോൽവി ന്യായീകരിക്കുവാൻ ക്യാപ്സൂളുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായെങ്കിലും അതിനെ ന്യായീകരിക്കാൻ വോട്ടെണ്ണം കൂടിയെന്ന ക്യാപ്സൂൾ ന്യായീകരണം അതുമായിട്ടാണ് ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടെണ്ണം കൂടിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും വോട്ട് കൂടിയെന്ന ന്യായീകരണം നിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ മറികടക്കാൻ ശ്രമിക്കുകയാണ് CPM. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടിയ BJP 1,65,891 വോട്ടുകൾ മാത്രമാണ് നേടിയത് എന്നും CPM-ന് 1,75,562 വോട്ടുകൾ ഉണ്ട് എന്നുമാണ് അവകാശവാദം. UDF-ന് 1,27,984 വോട്ടുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ എന്നും ഇടത് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് കിട്ടിയ വോട്ടുകളെ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കൂട്ടിയെടുത്താൽ LDF-നുണ്ടായ വൻ തിരിച്ചടി വ്യക്തമാവും. UDF-ന് 80, LDF-ന് 58, NDA-ക്ക് 2 സീറ്റുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് കൂട്ടിയാൽ ലഭിക്കുക. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകളെ അവ നിലകൊള്ളുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലേക്ക് മാറ്റിയ ശേഷം നടത്തിയ കണക്കെടുപ്പാണ് കേവല ഭൂരിപക്ഷത്തെക്കാൾ 10 സീറ്റ് അധികം നേടി UDF ഭരണത്തിലേറുന്ന സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള സമാനമായ കണക്കെടുപ്പിൽ LDF-ന് 101, UDF-ന് 38 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏറെ ശരിവെക്കുന്നതായിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നോക്കിയാൽ LDF 99, UDF-ന് 41 സീറ്റുകളുമാണ് ലഭിച്ചത്. ഇത്തവണത്തെ തദ്ദേശ ഫലം വിലയിരുത്തിയാൽ മലപ്പുറം, വയനാട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ UDF-ന്റെ സമഗ്രാധിപത്യമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് LDF-ന് UDF-നേക്കാൾ മുൻതൂക്കമുള്ളത്. നിലവിൽ ലോക്സഭാംഗമുള്ള തൃശൂരിൽ BJP-ക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ പോലും ലീഡില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP-ക്ക് ഭൂരിപക്ഷമുള്ളത്. തിരുവനന്തപുരത്തും തൃശൂരിലുമാണ് LDF-ന് കാര്യമായിട്ടുള്ള ലീഡ് നിലനിർത്താനായത്. കണ്ണൂരിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് LDF-ന് മുൻതൂക്കം കിട്ടിയത്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ UDF-ന് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതാണ് ജനം വിധി എഴുതിയതിന്റെ വിലയിരുത്തൽ എന്നിരിക്കെ ഇടതിന് മാത്രമാണ് വോട്ട് കൂടിയത് എന്നുള്ള വിലയിരുത്തലുമായിട്ട് CPM നേതാക്കളെല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയ വോട്ട് കണക്കും ഇപ്പോഴത്തെ കണക്കും പങ്കുവച്ചാണ് CPM-ന്റെ പുതിയ ന്യായീകരണം. കഴിഞ്ഞ വർഷത്തെയും ഇക്കൊല്ലത്തെയും വോട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ BJP-ക്ക് 2,13,214 വോട്ട് ഉണ്ടായിരുന്നത് 1,65,891 കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസിന് 1,84,727 ആയിരുന്നത് 1,25,984 കുത്തനെ കുറഞ്ഞു. LDF-ന് 1,29,048 വോട്ടുകളായിരുന്നത് 1,67,522 വർദ്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ദേശീയ തലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആരവത്തിന്റെ പ്രഭവ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന്റെ യഥാർത്ഥ ചിത്രം എന്നാണ് ഈ പ്രതിപക്ഷ നേതാക്കളും CPM-ന്റെ നേതാക്കളും ഒക്കെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ കോർപ്പറേഷൻ കൈവിട്ടുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ തോൽപ്പിക്കുവാൻ തിരുവനന്തപുരത്ത് സാധിക്കുമെന്നാണ് CPM-ന്റെ മറ്റൊരു ന്യായീകരണം. അപ്പോൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ നേമത്തും വട്ടിയൂർക്കാവിലുമാണ് BJP ഒന്നാമതെത്തിയത്. നേമത്ത് BJP-ക്ക് 44,816, LDF-ന് 39,767, UDF-ന് 22,246 വോട്ടുകളാണ് കിട്ടിയത്. അതായത് BJP-യുടെ ഭൂരിപക്ഷം 5,049 മാത്രമാണ് എന്നർത്ഥം. വട്ടിയൂർക്കാവിലാവട്ടെ BJP-ക്ക് 38,051, ഇടതിന് 35,554, UDF-ന് 33,083 വോട്ടുമാണ് കിട്ടിയത്. 2,497 വോട്ടുകളുടെ നേരിയ വ്യത്യാസം മാത്രമാണ് ഇവിടെ BJP-യും CPM-ഉം തമ്മിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. BJP-യുടെ നിയമസഭാ മോഹം 2 മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നും അത് തടയാൻ LDF-നെ ശക്തിപ്പെടുത്തുക മാത്രമാണ് പോംവഴി എന്നും CPM വിലയിരുത്തപ്പെടുകയാണ്. കൂടാതെ ഞാൻ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ആധാരമായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. സഖാവ് ജോൺ ബ്രിട്ടാസിന്റെ, അതുകൂടി കേട്ടാലേ ഈ ക്യാപ്സൂൾ പൂർണ്ണമാകൂ എന്നുള്ളതാണ്.
ജോൺ ബ്രിട്ടാസിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയിൽ കോൺഗ്രസും BJPയും സംയുക്തമായി സന്തോഷിക്കുന്നുണ്ട്. ഇവരുടെ സംയുക്ത സന്തോഷങ്ങളാണ് ഇന്ത്യയെ എക്കാലത്തും ദുരന്തങ്ങളിലേക്ക് നയിച്ചത്. ജനഹിതം മനസ്സിലാക്കി തിരുത്തൽ നടപടികളുമായിട്ട് ഇടതുപക്ഷം മുന്നോട്ടു പോകും. എന്നാൽ തീവ്ര പക്ഷങ്ങളെ കൂടെ നിർത്തി കോൺഗ്രസ് നടത്തുന്ന കസർത്ത് RSSനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും, ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് വിലപേശിയവരാണ് കോൺഗ്രസും RSSും എന്നും പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വിജയിച്ചു എന്ന് പറഞ്ഞ് പരസ്പരം അനുമോദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ബുൾഡോസറുകൾ കയറി ഇറങ്ങാത്തതിന്റെ പ്രധാന കാരണം കേരളം പടച്ചട്ടയായി നിലകൊള്ളുന്നതിനാലാണ് എന്നും, ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്നും ഈ കുറിപ്പിൽ ജോൺ ബ്രിട്ടാസ് കുറിച്ചു വെക്കുന്നു. കോർപ്പറേറ്റുകളിൽ നിന്നും ഭീമമായിട്ടുള്ള സംഖ്യ വാങ്ങി തെരഞ്ഞെടുപ്പുകൾ അപ്പാടെ റാഞ്ചുന്ന തലത്തിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ബ്രിട്ടാസ് പറയുകയാണ്. പണാധിപത്യവും പേശിബലവുമാണ് തെരഞ്ഞെടുപ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നും, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാണ് കോർപ്പറേറ്റുകൾ കേന്ദ്ര ഭരണകക്ഷിക്ക് സംഭാവന നൽകുന്നത് എന്നും പറയുകയാണ് ജോൺ ബ്രിട്ടാസ്. രാജ്യസഭയിൽ നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ചർച്ചയിലാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ജോൺ ബ്രിട്ടാസിന്റെ ഈ വാദഗതികൾ കൂടി നമ്മളൊന്ന് ചേർത്ത് വായിച്ചാൽ ഇവിടെ CPM പറയുന്നതും അങ്ങകലെ രാജ്യസഭയിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് പറയുന്നതൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം BJPയും RSSും അല്ലെങ്കിൽ അവർ ചേർന്ന് നടത്തിയ പോരാട്ടം എന്ന് പറയപ്പെടുന്നതിനെ ഇവർ ചെറുതാക്കി കാണിക്കുന്നതാണോ, അതോ CPMന്റെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെട്ട് എല്ലാ വാർഡുകളും അവരുടെ കൈകളിൽ നിന്ന് പോകുമ്പോഴും എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആത്മപരിശോധന നടത്താതെ വല്ലാത്ത ആത്മവിശ്വാസം കാണിക്കുന്നത് എന്ന് തോന്നിപ്പോകും. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൂടി കാണും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ. ഈ ന്യായീകരണങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതായി പോകുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് രോഗം മൂർച്ഛിക്കുന്നത്. എന്ത് രോഗമാണ് മൂർച്ഛിച്ചിരിക്കുന്നത്? അധികാരത്തിലേക്ക് എത്തുവാനുള്ള മൂന്നാമതെത്തുവാനുള്ള വീണ്ടുമുള്ള ഒരു വാഞ്ചയുണ്ട്. ഭരണത്തിലേക്ക് തിരികെ എത്തുവാനുള്ള മൂന്നാമത് മുഖ്യമന്ത്രിയാകുവാനുള്ള ഒരു അഭിനിവേശം. ആ അഭിനിവേശത്തിലേക്ക് എത്താൻ കഴിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദി ഉണ്ടല്ലോ, ആ ആദി കൂടുകയാണ്. അങ്ങനെ രോഗം മൂർച്ഛിക്കുകയാണ്. ഇനി എന്തായിരിക്കും പുതിയ വഴികളെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഈ പുതിയ ക്യാപ്സൂൾ മരുന്നുകൾ ഇപ്പോൾ പിണറായിക്ക് അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. പിണറായി അടക്കം ഇപ്പോൾ ബാക്കിയുള്ള അണികളും ഈ ക്യാപ്സൂൾ വിഴുങ്ങി സംതൃപ്തരാകുകയാണ്.